ഹായ് ഓൾ, ദിസ് സാറ്റർഡേ മോർണിംഗ്. രാവിലെ എഴുന്നേറ്റ് തീയലിൻ്റെ കൂടെ കഴിക്കാൻ 3-4 ഗോതമ്പ് ദോശ അമ്മയ്ക്കും പിള്ളേർക്കുമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു ചായ ഇട്ട് കുടിച്ച് വയറ്റിലെ ബാക്കി സ്പേസ് കളയാണ്ടിരിക്കാൻ വേറൊന്നും കഴിക്കാണ്ട് ഞാൻ റെഡിയായി. നല്ല വിലക്കുറവിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ മേടിച്ചൊരു ചുരിദാറാണിത്. ഇതിൻ്റെ ദുപ്പട്ട കണ്ടിട്ടാണ് ഞാൻ മേടിച്ചത്. ഒരു ഓർഗൻസ മെറ്റീരിയൽ പോലെ ഇരിക്കും കേട്ടോ ദുപ്പട്ട. അതായത് ഇതിങ്ങനെ ചുളുങ്ങത്തില്ല, ഇങ്ങനെ നിവർന്ന് തന്നെ നിൽക്കും. ആ പ്രിൻ്റൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കയ്യിലാണെങ്കിൽ ഒരുപാട് ദുപ്പട്ടാസ് ഇരിപ്പുണ്ട്, ഞാൻ കളയാത്തത്. എൻ്റെ പഴയ ചുരിദാറിൻ്റെതൊക്കെ എപ്പോഴെങ്കിലും ബ്ലാക്ക് ചുരിദാർ മേടിച്ചിട്ട് ഇതുപോലെ പ്ലെയിൻ ചുരിദാർ മേടിച്ചിട്ട് ദുപ്പട്ട മാറ്റി മാറ്റി ഇട്ടുകൊണ്ട് പോകണം എന്നൊക്കെയായിരുന്നു മുൻപ് വിചാരിച്ചിരുന്നത്. അങ്ങനെ ഒരു കവർ നിറയെ ദുപ്പട്ടയുണ്ട് എൻ്റെ കയ്യിലിപ്പോൾ. അപ്പോൾ ആദ്യം തിരിച്ചും ഇതിൻ്റെ കൂടെ ഇനി എവിടെയെങ്കിലുമൊക്കെ ഇട്ടിട്ട് പോവാം. ലിങ്ക് ഞാൻ യൂട്യൂബ് ഷോർട്സിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ഇൻസ്റ്റാഗ്രാമിലും FBയിലും ലിങ്ക് വരത്തില്ല. പെരുന്നാൾ പ്രമാണിച്ച് ഇത്തവണ കുരിശടി പെയിന്റ് അടിച്ചപ്പോൾ ആ നീല കുറച്ച് ഡാർക്കായി പോയി. മാതാവിൻ്റെ ഒരു നീലയുണ്ടല്ലോ, ആ നീല വന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കുരിശടി ഒന്ന് ലൗഡായതുപോലെ. ബീഫ് സ്റ്റീക്ക് ഉണ്ടാക്കാനുള്ള കനലും ബീഫും ആണ് ആ സൈഡിലിരിക്കുന്നത്. കണ്ണനും ഷാബിനും അബിയും ബായിയും ഒക്കെ കൂടെ ഇന്ന് ബീഫ് സ്റ്റീക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. ബാക്കിയുള്ളവരെല്ലാവരും കൂടെ ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ പഴങ്കഞ്ഞി കുടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയും നാളെ രാത്രി നടന്നുകൊണ്ടിരുന്ന എൻ്റെ ഡ്രൈവിംഗ് ക്ലാസ്സിൻ്റെ പുരോഗമനം നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. ബദലഹീം കുടുംബ യൂണിറ്റ് കാണാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യാനാണ് ഞാനും ഇതിന് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ എല്ലാം ബുക്കായി. ഇനിയിപ്പോൾ സ്ക്രീനിൻ്റെ വായിക്കാത്ത പോയിരുന്ന് കാണേണ്ടി വരും. അതുകൊണ്ട് ആ പരിപാടി നാളെ സൺഡേയിലേക്ക് മാറ്റി. രാവിലെ ഓരോ ദോശ വീതം കഴിച്ചവരും 2 ദോശ കഴിച്ചവരും പിന്നെ ലൂയിസ് ആണെങ്കിൽ പൊറോട്ടയും കഴിച്ചിട്ടാണ് വന്നേക്കുന്നത്. ഞാൻ വയറ് കാലിയാക്കിയിട്ടും. അതുകൊണ്ട് തന്നെ ഞാനൊരു ഫുൾ പഴങ്കഞ്ഞി പറഞ്ഞു. ഇവരൊക്കെ ഹാഫാണ് പറഞ്ഞത്. ഉള്ളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞിട്ട കഞ്ഞി, കപ്പ, തൈര്, മീൻകറി, ചമ്മന്തി, ഉണക്കമീൻ, അച്ചാർ, പിന്നെ ഒരു ഭംഗിക്ക് ഞങ്ങൾ 2 മത്തി ഫ്രൈയും ഒരു കക്ക റോസ്റ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ 2 മുളക് ഞാനങ്ങ് ഇസ്കിയായിരുന്നു കേട്ടോ. ഇതിനെല്ലാം കൂടെ ഞങ്ങൾക്ക് 640 രൂപയോ മറ്റോ ആണ് ആയത്. ബില്ല് കൊടുക്കാൻ നേരം അനു കൗണ്ടറിൽ ചോദിച്ചിരുന്നു, ഈ മുളക് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? അവർ പറഞ്ഞു കണ്ണനെല്ലൂർ ചന്തയിലുണ്ട്, ഇപ്പോൾ പോയാൽ കിട്ടും. ആസ് യൂഷ്വൽ തൊട്ടടുത്തുനിന്ന് ഒരു നാരങ്ങ സോഡയും കുടിച്ച് നമ്മൾ നേരെ കണ്ണനെല്ലൂർ ചന്തയിലേക്ക് എത്തി. എൻട്രൻസിൽ തന്നെ നമുക്ക് സാധനം കിട്ടി. നോക്കിയപ്പോൾ തൊട്ട് പുറകിലൂടെ ഒരു അപ്പൂപ്പൻ ഒരു കവർ നിറയെ ആ മുളക് തന്നെ കൊണ്ടുപോകുന്നു. അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാം ഞാൻ മേടിച്ചു. എൻ്റെ കയ്യിൽ 200 രൂപയാണ് ഉണ്ടായിരുന്നത്. 230 രൂപയ്ക്ക് മുളക് എടുത്തു. 30 രൂപയുടെ മുളക് മാറ്റാൻ പറഞ്ഞപ്പോൾ കുഞ്ഞു കൊണ്ടുപോയിക്കോന്നും പറഞ്ഞ് എല്ലാം എനിക്ക് തന്നു. സാനിക്ക് കുറച്ച് ക്രാഫ്റ്റ്സ് മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതുമൊക്കെ മേടിച്ച് വീട്ടിൽ വന്ന് ഒന്നുറങ്ങി എണീറ്റ് ഓരോ കട്ടൻ ചായയും കുടിച്ചിട്ട് ഇന്ന് മുതൽ ഐശ്വര്യമായിട്ട് മാതാവിന് തിരിയും കത്തിച്ച് നമ്മുടെ പെരുന്നാൾ പിരിവങ്ങ് തുടങ്ങുവാണ്. കാർബൺ പേപ്പർ മേടിക്കുന്ന കട പൂട്ടിക്കിടന്നതുകൊണ്ട് ഞങ്ങൾ പള്ളിമേടയിൽ നിന്ന് ഒരിത്തിരി കാർബൺ പേപ്പർ മേടിച്ചിട്ട് പിരിവ് തുടങ്ങി. പള്ളി നേരെ പിരിക്കുമ്പോൾ എല്ലാ വർഷവും ഞങ്ങൾ ഇരിക്കുന്ന ഒരു സ്പോട്ടുണ്ട്, ഈ അങ്കിളിന്റെ വീട്. ഇങ്ങനെയാണ് തെരളിയപ്പം ഉണ്ടാക്കേണ്ടതെന്നുള്ള ക്ലാസ് ആണ് അങ്കിൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് കുറച്ച് തെരളിയിലയൊക്കെ പിച്ചി അങ്കിളിന്റെ കയ്യിൽ നിന്ന് കാശും മേടിച്ച് രസീതും കൊടുത്തു. പിന്നെയും ഞങ്ങൾ തിരുന്താതി അടിക്കുന്നത് വരെ പിരിച്ചു. നമ്മുടെ സെന്നറിറ്റയുടെ മുതലാളി മിനി ആൻറ്റി ഞങ്ങൾക്ക് ഒരു ലൈം സോഡയും മേടിച്ച് വന്നു. ഇനി അപ്പോൾ വീട്ടിലേക്ക് അടുത്ത വീഡിയോയിൽ കാണാം.